നിങ്ങളെ ഞാൻ വാപ്പാൻ്റെ രണ്ടാം കെട്ടിയോളായിട്ടല്ല കണ്ടിരിക്കണേ. എൻ്റെ മരിച്ചുപോയ ഉമ്മാൻ്റെ അതേ സാധനം തന്നെയാണ് ഞാനും നസീങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്നെക്കാളും നന്നായിട്ട് ഇങ്ങക്കൊക്കെ അല്ലേ ബാപ്പാനെ അറിയുന്നത്. ഞാൻ ഓരോ മുന്നിൽ മറുത്തൊന്നും പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ഇവള് ചത്താലും അയാളെ മനസ്സ് മാറും എനിക്ക് തോന്നില്ല. വേണ്ടക്ക, ഞങ്ങളെ എത്തിയും കുട്ടികളായിട്ടാണ് അങ്ങേര് കണ്ടിരിക്കുന്നത്. അങ്ങനൊന്നും പറയല്ലേ മോനെ. എന്തൊക്കെയായാലും ബാപ്പയല്ലേ. പാപ്പ നസിയെ, നീ സ്നേഹിച്ചിട്ടുള്ള സലീമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തി തരും. റെസ്റ്റ് എടുക്കട്ടാ. ആഷിക, തോൽവികൾ ഒരുപാട് കണ്ട് പഠിച്ചവനാ സൈതാലി. ആടുന്ന് വളർന്നോനാ, അതുകൊണ്ടാ ഇപ്പൊ തോക്കാൻ കഴിയാത്ത. നിങ്ങളോടുള്ള സ്നേഹം ഉപ്പാന്റെ നെഞ്ചിലുണ്ട്, അത് കാണിക്കാൻ അറിയില്ലടാ. ഞാൻ ആ വിളി നീ മറന്നു തോന്നുന്നു. എനിക്കു നസ്രേക്കിനി ഉപ്പയെന്ന് ധൈര്യമായിട്ട് വിളിക്കാം. ഓള് മരിക്കാൻ പോയില്ലേ, ഇനിയോളെ നന്നായിട്ട് നോക്കണം. ഞാൻ ഓൾ ആഗ്രഹിച്ച നിക്കാഹ് നന്നായിട്ട് നടത്താടാ. ഉപ്പ ഇത് നടത്തും. ആ ഉപ്പ, പിടിവാശിക്കാരനായ എൻ്റെ ഉപ്പയുടെ മനസ്സിലെ നന്മ ഞാൻ അറിഞ്ഞു. നിക്കാഹ് നടന്നു. എന്ത് പോക്കാടോ, തീർന്നേനല്ല. കളിക്കല് കലേശൻ, കീ ഉണ്ടാ. വാ, ഒരു കാര്യം പറയട്ടെ. എന്താ വേണ്ട? ഒന്ന് വാടോ, വാ. എന്താ കാര്യം? എനിക്ക് പുഴ മത്സ്യങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്കെങ്ങനെ ആഷിക്കേ? ഞാൻ കൂട്ടിക്കഴിഞ്ഞ പുഴ മത്സ്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ പലരും എടുത്ത് കൊള്ളാവുന്നമാരുടെ ഭാര്യമാരാ ഇപ്പോൾ. നീ ഇപ്പം എന്തിനാ എന്നെ തടഞ്ഞേ? നിനക്കെന്താ വേണ്ടത്? ആഭ്യന്തരമന്ത്രിയുടെ ചുളുവിലയിൽ സ്ഥലവും ബിൽഡിങ്ങും കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചത് എൻ്റെ ബിനാമിയാണ്. നിങ്ങളെ കൂടെ കാശ് ബാങ്കിൽ നിന്ന് എടുപ്പിക്കാം. പാവം ഭാഗ്യനാഥ് സാർ അത് വിശ്വസിച്ചു. അത് പോട്ടെ. അയ്യോ, ഇതല്ല ചതി. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ചതി. നീ നിന്റെ കൂട്ടുകാരോട് ചെയ്യാൻ പോകുന്ന യഥാർത്ഥ ചതി. നിനക്ക് എന്താ വേണ്ടത്? കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാശ് വേണം, 20 ലക്ഷം. അത് നിന്റെ കൈ കൊണ്ട് മാനവന്റെ വീട്ടിൽ നിന്ന് എടുത്തു തരണം ഈ രാത്രി. എന്താ എന്നെ പറ്റി വിചാരിച്ചേ? പറയുന്നേട്ട് ഓച്ചാനിച്ച കുറെ എണ്ണം കാണും എനക്ക്. പക്ഷെ ചെങ്ങായിമാരെ പറ്റിച്ചുള്ള പണിക്ക് എന്നെ കിട്ടൂല, കേട്ടോ? എന്താണ് ആശിക്കത്? കൈയെടുക്ക്, കൈയെടുക്ക്. എന്താണ് വായത്? ഞാൻ നേരത്തെ പറഞ്ഞ പുഴമീനുകളെ പിടിച്ച് തിന്നാൻ മാത്രമല്ല, അതിനെ പിടപ്പിച്ച് കൊല്ലാനും ഈ കലേഷനൊരു മടിയില്ല. എടാ, നിന്റെ പെങ്ങളിപ്പം സലീമിൻ്റെ ഒപ്പം ഹണിമൂണ് പോയേക്കാണല്ലേ മൈസൂർ? പാർക്ക് ഹോട്ടൽ, നമ്മുടെ ഹോട്ടലാണ്. അവിടെ 126 മുറിയിൽ അവരുടെ ബെഡ്റൂംസിൽ നിനക്ക് ലൈവായിട്ട് എൻ്റെ ഫോണിൽ കാണുന്നു. കലേഷം. അല്ലെങ്കിൽ തിരിച്ച് വിരുന്ന് സൽക്കാരത്തിന് അവർ വരുമ്പോൾ ഓപ്പോസിറ്റ് നിന്ന് പാണ്ടി ലോറി വന്നിട്ട് ഭൂം. അവിടെ നാളെ വീട്ടു സൽക്കാരത്തിന് നിനക്ക് കൂടണോ അല്ലെങ്കിൽ അവരുടെ മയ്യത്ത് നിസ്കാരത്തിന് കൂടണോ എന്ന് നീ ആലോചിക്കും. ഞാൻ പോട്ടാ. സാരല്ല, ഇഞ്ഞി പറഞ്ഞ പെട്ടെന്ന് എന്തോ പോലെ തോന്നി. എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ലടാ. പോയത് പോയി, ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് സാറിന് അറിയിക്കാം. ഇനി അതാ വേണ്ടത്. പൈസ പോയെന്ന് പറഞ്ഞാലൊന്നും സാറ് വിശ്വസിക്കില്ല. ഞാൻ അവിടെ പോയി പറയാം. അല്ല മാനു, നമുക്ക് കാർത്തിക മാഡത്തിനോട് പറഞ്ഞാലോ? ഓരെന്തെങ്കിലും വഴി പറഞ്ഞുതരും. വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാ മാം. കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണത്. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും ചെല്ല്.